അങ്കമാലി കറുകുറ്റി ശിശുഭവനിൽ കുട്ടികൾക്ക് RS വൈറസ്. 4 കുട്ടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. RS വൈറസ് ബാധിച്ച 2.5 മാസം പ്രായമായ കുഞ്ഞ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. റിയ ബേബിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. റിയ, ഈ 2.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവസ്ഥ അല്പം ഗുരുതരമാണെന്ന് മനസ്സിലാകുന്നു. നിലവിൽ എങ്ങനെയുണ്ട്? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒപ്പം തന്നെ മറ്റു കുട്ടികളുടെ ആരോഗ്യാവസ്ഥ എന്താണ്? ഈ RS വൈറസ് അക്ഷയ, ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് ഈ അങ്കമാലി കറുകുറ്റി ശിശുഭവനിലെ കുഞ്ഞുങ്ങളെ RS വൈറസ് രോഗബാധയെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിൽ 2.5 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ചാണ് അല്പം ആശങ്കയുള്ളത്. കുഞ്ഞിപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. കുട്ടിക്ക് പരമാവധി ചികിത്സ നൽകുന്നുവെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. മറ്റ് 2 പേരിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതിലൊരാൾ ആശുപത്രി വിടുകയും ചെയ്തു. സാധാരണ ഈ കോവിഡിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ അടക്കം നമ്മൾ നേരത്തെ ഈ വാർത്ത RS വൈറസുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതാണ്. കുഞ്ഞുങ്ങളിൽ ഈ രോഗം അത് തീവ്രത നിലയിലേക്ക് വരുമ്പോഴാണ് അല്പം ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ളത്. സാധാരണ പനിയും ചുമയുമായി തുടങ്ങുന്നു. പിന്നീട് അല്പം ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ന്യൂമോണിയയുടെ സമാനമായ രോഗലക്ഷണങ്ങളും കുഞ്ഞുങ്ങൾക്ക് വരികയും ചെയ്തു. അങ്ങനെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് പോകുമ്പോഴാണ് അല്പം ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നത്. ചികിത്സയുള്ള രോഗമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ചികിത്സ ആശുപത്രിയിൽ നൽകുകയും അവരെ രോഗമുക്തരാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ 2.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ചാണ് ആശങ്കയുള്ളത്. കുഞ്ഞിപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. ഈ ശിശുഭവനിൽ ഇങ്ങനെ 4 പേർക്ക് രോഗം പകരാനിടയായ സാഹചര്യത്തെ കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ളൊരു വൈറസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ പടർന്നു, അതോടൊപ്പം തന്നെ മറ്റു മുൻകരുതലടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധനയും തുടർ നടപടികളും സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട്.